വിവാഹവും ജ്യോതിഷവും പിന്നെ ആകർഷണ നിയമവും ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന കൺസൾട്ടേഷനും അതോടൊപ്പം തന്നെ നമ്മളെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് എനിക്ക് ചെയ്യണമെന്നുള്ളത്. എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ജ്യോതിഷത്തെക്കുറിച്ചാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രം തന്നെയാണ്. നമ്മൾ അതിലേക്ക് പഠിക്കാനും അതോടൊപ്പം തന്നെ അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവും പോസിറ്റീവും ഉള്ളതുപോലെ തന്നെ നമ്മളെ ജ്യോതിഷത്തെക്കുറിച്ച് നമുക്ക് വരുന്ന നമ്മളെ ക്ലയൻറ്റ്സ് ആയാലും അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന വ്യക്തികളും ജ്യോതിഷന്മാരുണ്ട്. അന്നേരം അവരുമായി ഞാൻ സംസാരിക്കാറുണ്ട്. അന്നേരം അവരെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളെ ഗ്രഹങ്ങൾ, അതായത് ഗ്രഹങ്ങൾ ഏത് പൊസിഷനിലാണോ അതനുസരിച്ച് നമ്മളെ ജന്മ നക്ഷത്രം തിരഞ്ഞെടുക്കും. അതിനനുസരിച്ചായിരിക്കും നമ്മളെ ഫ്യൂച്ചർ ഉണ്ടാകുക എന്നുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു ശരി. അന്നേരം ഈ ഗ്രഹങ്ങൾ ആരാണ് നിശ്ചയിക്കുന്നതെന്ന് പറയാൻ സമയത്ത് അവർ പറയും ദൈവം എന്നുള്ള രീതിയിൽ. സത്യത്തിൽ ഇവിടെ ദൈവമല്ല, നമ്മളെ ജ്യോതിഷ പ്രകാരം കഴിഞ്ഞ ജന്മത്തിലും അങ്ങനെയുള്ള ജന്മാന്തരങ്ങളിൽ പാസ്റ്റ് ലൈഫിൽ വിശ്വസിക്കുന്ന ഒരു തിയറിയാണ് ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടത് കൊണ്ടാണ് ആ നക്ഷത്രങ്ങൾ ആ പൊസിഷനിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് നെഗറ്റീവായ കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ദൈവമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ഒരേ കഴിവും എല്ലാം തന്നെയല്ല ദൈവം തരേണ്ടത്. ഒരിക്കൽ തന്നെ ദൈവം പാർഷ്യാലിറ്റി കാണിക്കില്ല. ചിലപ്പോൾ ചില വ്യക്തികൾ ജനിക്കുന്നത് ഇങ്ങനെ വികലാംഗരായിട്ടാണ്, കുറേ പ്രോബ്ലംസ് നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കും ചിലർ ജനിക്കുന്നത്. മറ്റു ചിലരാവട്ടെ വലിയ സമ്പന്ന കുടുംബത്തിൽ നല്ല സൗന്ദര്യവും അല്ലെങ്കിൽ നല്ല ചുറ്റുപാടുകളിലും ജനിക്കുന്നു. ദൈവം ഒരു സത്യസന്ധൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യം സംഭവിക്കുന്നു? ഒരിക്കലും തന്നെ സംഭവിക്കില്ല. അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾ അനുസരിച്ചാണ് നമുക്ക് വരുന്നത്. അന്നേരം ഈ കർമ്മങ്ങൾ നമ്മൾ നല്ലതായാലും മോശമായാലും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ജ്യോതിഷത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പില്ലർ എന്ന് പറയുന്നത് ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ എൻ്റെ യുക്തി ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഞാൻ വിവാഹത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. പലരും 10ൽ 10 പൊരുത്തം, 10ൽ 9 പൊരുത്തം എന്നെല്ലാം പറഞ്ഞ് വിവാഹം ചെയ്തിട്ടും അവരുടെ ജീവിതങ്ങൾ ഡിവോഴ്സിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സോഷ്യൽ സിസ്റ്റമാണ്. അതായത് നമ്മൾ ഒരു പെണ്ണ് കണ്ടു, അതിനുശേഷം കല്യാണം ഉറപ്പിക്കലായി, കല്യാണം നിശ്ചയിക്കലായി, പിന്നെ കല്യാണമായി. വളരെ പെട്ടെന്ന് നടക്കുന്നൊരു പ്രോസസ്സാണ്. അന്നേരം ഈ കല്യാണം കഴിക്കുന്ന വ്യക്തികൾക്ക് പരസ്പരം സംസാരിക്കാനോ പരസ്പരം അടുത്ത് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സോഷ്യൽ സിസ്റ്റം അനുസരിച്ച് ഇന്നും നിലനിൽക്കുന്നില്ല. അത് കാരണം എന്ത് ചെയ്യും, അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്ന ടൈമിനുള്ളിൽ തന്നെ വിവാഹം ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും, പരസ്പരം അടിയും പിണക്കങ്ങളുമായിട്ട് ചിലപ്പോൾ അത് ഡിവോഴ്സിലേക്കെല്ലാം തന്നെ നയിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിയുന്നതും നമ്മളെ മക്കളായാലും അല്ലെങ്കിൽ നമ്മളായാലും നമ്മൾ കല്യാണം കഴിക്കുന്ന വ്യക്തിയായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ നമ്മളെ താല്പര്യങ്ങളും നമ്മളൊരു തുറന്ന പുസ്തകമായി സംസാരിക്കണമെന്ന് ഞാൻ പറയണ്ട. എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഒരു ലിമിറ്റ് ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങളും നമ്മളെ ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും നമ്മൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മനപ്പൊരുത്തം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. നക്ഷത്ര പൊരുത്തത്തിനേക്കാളും വലുതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെ വൈബുമായിട്ട് മാച്ച് ചെയ്യാന്നെല്ലാം പറയുന്നില്ലേ, അതായത് വൈബ് ഒക്കുന്നില്ല എന്നൊക്കെ പറയുന്നില്ല. അതാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ, അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാനോ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അത് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ വിവാഹബന്ധം വേർപെടുത്തുക അല്ലെങ്കിൽ അകറ്റിക്കളയുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നല്ല വ്യക്തികളെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കൂ. ഇതിപ്പം ജ്യോതിഷത്തെ കുറ്റം പറയുകയല്ലേ ചെയ്യുന്നത്. കാരണം ഓരോ ജ്യോതിഷനും ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അതായത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ നക്ഷത്രങ്ങൾക്ക് അമിതമായി പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളായാലും നമ്മുടെ മക്കൾക്കായാലും ആ ഒരു ഓപ്പൺനെസ്, അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകാനുള്ള സ്പേസും ടൈമും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു വ്യക്തിയെ കണ്ടെത്തിയിട്ട് അവർക്ക് കല്യാണം കഴിക്കുമെന്ന് പറയുന്നതിന് ഉപരിയായിട്ട് നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ പല വിവാഹ ബന്ധങ്ങളും വേർപെടാതെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് നമ്മുടെ കർമ്മമാണ് നമ്മളെ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കർമ്മം അനുസരിച്ചാണ് ഓരോ വ്യക്തികളും നമ്മളിലേക്ക് എത്തുന്നത്.
ചിലപ്പം നമ്മൾ വീട്ടുകാർ നിർബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ ഏജ് ഓവറായി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണമെന്ന് ചിന്തിക്കുന്ന ഉപരിയായിട്ട് നമ്മൾ ഏത് അവസ്ഥയിലാണ് അല്ലെങ്കിൽ നമ്മൾ ആകർഷിക്കുന്നത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലാൻ ചെയ്യേണ്ട കാര്യമുണ്ട്. ഞാൻ ഇന്നൊരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ വിവാഹം ചെയ്യുള്ളൂ. സ്ത്രീകളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലി, നല്ലൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ട് മാത്രം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സിനിമകളിലും സീരിയലിലും കാണുന്നതല്ല ലൈഫ്. നമുക്ക് അങ്ങനത്തെ ഒരു റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി വേണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വേണം, നല്ല വിദ്യാഭ്യാസ യോഗ്യതയും വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് അംഗീകാരവും സ്നേഹവും ബഹുമാനവും എല്ലാ കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്മളെന്താണോ നമ്മൾ ആകർഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതാണ് ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നമ്മളെ പങ്കാളിയുമായിട്ട്, ഇപ്പം കല്യാണം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നമ്മളെ പങ്കാളിയായിട്ട് സംസാരിക്കുക. നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകും, അത് നമ്മൾ സംസാരിക്കുക. അങ്ങനെ ഒരു ഓപ്പൺനെസ് ഉള്ള അല്ലെങ്കിൽ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ജീവിതമായിരിക്കും നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങളുടെ ലവറുമാവട്ടെ, നിങ്ങളുടെ പങ്കാളിയാവട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളാവട്ടെ, തുറന്ന പുസ്തകമാതെ നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ ജീവിതം വളരെ നല്ലൊരു ജീവിതമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.